വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഈ പടി എന്നേക്കോ ഇറങ്ങിയിട്ട് 2 വർഷം. ഇങ്ങനൊരു തിരിച്ചുവരവ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മ പറ. നീയൊന്നും പറയണ്ട. ഇത്രയായിട്ട് നീ അവനെ പിന്നെയും കാണാൻ പോയില്ലേ? അമ്മ, ഈ കല്യാണാലോചന വന്ന സമയത്ത് ആരാന്ന് പോലും ചോദിക്കാണ്ട് ഞാൻ സമ്മതിച്ചല്ലേ. പിന്നെന്താ? അത് നിന്റെ നല്ലതിന് വേണ്ടി നമ്മളെടുത്ത തീരുമാനം. ഇതങ്ങനെയായിരുന്നോ? അമ്മ, ഈ ഒരു ദിവസം മാത്രം ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ ഇരുട്ടുന്നതിന് മുമ്പ് എത്തിക്കോളാം. ഇനി ഒരു നാണക്കേട് കൂടി താങ്ങാനുള്ള ആരോഗ്യം നിന്റെ അച്ഛനില്ല മാളു. അത് മാത്രം നീ ഓർത്താ മതി. ഒറ്റക്കാണോ വന്നേ? ആ. അജു, കോഫി അല്ല. ഇന്ന് ലീവാണോ? അല്ല, വർക്ക് ഫ്രം ഹോമോ. കോഫി എടുക്കട്ടെ? ഓക്കെ. അല്ല, എന്താ കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചത്? അല്ല, ഇഷ്ടങ്ങളൊക്കെ മാറി തുടങ്ങിയല്ലേ. എന്നിട്ട് എന്തിൻ്റെ വിശേഷം? കല്യാണമാണ് നാളെ.
അത് ഈ കുറി കണ്ടപ്പോഴേ മനസ്സിലായി. എന്തുപറ്റി? ഈ ന്യൂസ് ഒരു ഷോക്കാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. 2 ദിവസമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന്. ഷോക്കൊക്കെ എന്തിനാ? ഓ, പ്രാക്ടിക്കലായിട്ട് മാത്രമാണല്ലോ ചിന്തിക്കുന്നതെല്ലാം, ഇമോഷൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ മൊത്തത്തിൽ ഇതരം മരവിപ്പാ. സന്തോഷമോ സങ്കടമോ ഒന്നും മനസ്സിലാവുന്നില്ല. ചില ദിവസം ഉറങ്ങാൻ പോലും പറ്റാറില്ല. ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. ഇതാ അപ്പുറത്തേക്ക് ഇരിക്കാം. വാ. എന്നോട് വേറെ ഒന്നും ചോദിക്കാനില്ലേ? എന്ത്? സുഖമാണെന്നെങ്കിലും. അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഒക്കെ കൂടെ വീട്ടിൽ താമസിക്കുന്ന നിന്നോട് ആരുമില്ലാത്ത ഞാനാണോ സുഖമാണോ ചോദിക്കണ്ടേ? ആരുമില്ലാത്തതോ? ഉമ്മയോ? ഉമ്മയോ മറന്നോ? മരിച്ചവരുടെ കണക്കെടുത്തിട്ടല്ലല്ലോ നമ്മൾ അനാഥരാണോ ഇല്ലയോ നോക്കുന്നത്. ഉമ്മ 6 മാസം. എന്നോടെന്താ പറയാഞ്ഞേ? 6 മാസം മുന്നൊരു ദിവസം ഒരുപാട് മിസ് കോൾ വന്നിട്ടുണ്ടോ നിനക്ക്? അത് ഞാൻ ഒരു മെസ്സേജ് അയച്ചുകൂടായിരുന്നോ? ഉമ്മ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ തൊട്ട് എനിക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ പേര് പോലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ നിന്റെ സന്തോഷം ഇല്ലാണ്ടാക്കണ്ടെന്ന് തോന്നി. എല്ലാവരും ഉണ്ടെന്നേരം നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്നില്ല. ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. നിനക്കെന്നെ വിളിച്ചൂടായിരുന്നോ? അന്നെങ്കിലും എനിക്കൊന്ന് കരയാൻ തുടങ്ങാൻ പറ്റിയാണ്. എങ്ങനെ വിളിക്കും? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യം. പക്ഷെ നീ ഇപ്പോ ഒരുപാട് മാറിപ്പോയി. 21 വയസ്സുള്ളൊരു ആൺകുട്ടി, 18 വയസ്സുള്ളൊരു പെൺകുട്ടി. ജീവിതം എന്താണെന്നറിയില്ല, ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. ഡിവോഴ്സ് ആയതിനു ശേഷമുള്ള 2 വർഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നീ ഒരുപാട് മാറി. നമ്മളിങ്ങനെയായിരുന്നെങ്കിൽ ഡിവോഴ്സ് ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ? ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫിയാൻസ് എന്ത് ചെയ്യുന്നു? കാനഡയിലും. നീ ഓക്കെ ആണോ? സ്വന്തമായി ജോലിയോ വരുമാനം ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ ഒരു യോഗ്യതയില്ല, പ്രത്യേകിച്ച് ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിക്ക്. പക്ഷേ സ്വന്തം വീട്ടുകാർക്കെങ്കിലും നിന്നെ മനസ്സിലാവണ്ടേ? 18-ാം വയസ്സിൽ വീടും നാടും ഉപേക്ഷിച്ച് സ്നേഹിച്ചവന് പോലും മനസ്സിലായിട്ടില്ല. ഒന്നും വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? എന്ത്? നമ്മുടെ ഒളിച്ചോട്ടോ കല്യാണമോ ഒന്നും? തെറ്റായ തീരുമാനം തന്നെയാണ് നമ്മളെടുത്തത്. ജീവിതത്തിൽ എന്താന്ന് പോലും മനസ്സിലാവാത്ത പ്രായത്തിൽ വീട്ടുകാരെയും വിറപ്പിച്ച്. നിനക്ക് തോന്നിയിട്ടുണ്ടോ? വരില്ലെന്നറിയാം, അതന്നെ എൻ്റെ ആഗ്രഹം. ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം എന്താവുമെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം കൂടെ ഞാനായിരിക്കണം എന്ന് തോന്നി, അതാ വന്നത്. ഞാൻ പോട്ടെ. ഭക്ഷണം കഴിച്ചിട്ടോ? ഓക്കെ. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം ആവാറായില്ലേ? ഇപ്പോഴും വർക്ക് ഫ്രം ഹോം ആണോ? ഞാൻ ചോദിച്ചു വാങ്ങിയതാ. വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഞാനിവിടെ വേണ്ടേ? ആര് വരുമ്പോൾ?
ഇവിടെ വില്ല ഷെയർ ചെയ്യാൻ വേറെ ആരുമില്ലേ? ഇല്ല. അപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം? നീ ഒരു ദിവസം തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വരുമ്പോൾ നീ തനിച്ചാ വരത്തല്ലോ. അതുകൊണ്ട് ഈ വർക്ക് ഫ്രം ഹോം വാങ്ങി കഴിഞ്ഞ 6 മാസവും എല്ലാ ദിവസവും നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി ഞാൻ കാത്തിരുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് നീ വന്നപ്പോൾ അമ്മ, അച്ഛൻ്റെ അടുത്ത് ഒന്ന് പറയൂ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. പക്ഷേ ഞാനിപ്പോ ഈ അവസ്ഥയിൽ അവനെ തെറ്റാക്കി പോയാ അതാവും ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റമ്മ. ഈ ഒരു ദിവസം കൂടെ കഴിഞ്ഞ പിന്നെ ആ തെറ്റ് എനിക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. മോക്കത് മനസ്സിലായല്ലോ. അച്ഛൻ അത് മതി. അച്ഛാ, മോള് സന്തോഷിക്കരുതെന്ന് കരുതിയിട്ടല്ല അന്ന് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തത്. ജീവിതം തിരിച്ചറിയാനുള്ള പക്വതയാവാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന കണ്ടപ്പോൾ അന്ന് അച്ഛനും ഇപ്പൊ അച്ഛനൊരു കാര്യം ഉറപ്പുണ്ട്, ഇനി എന്റെ മക്കൾ ഒരിക്കലും പിരിയില്ല. നീ അവനെയും കൂട്ടി വീട്ടിലേക്ക് വാ, ബാക്കി അച്ഛൻ നോക്കിക്കോളാടാ. മോള് വിഷമിക്കണ്ട കേട്ടോ. ഇന്നും ഞാൻ കരഞ്ഞു. അത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ തനിച്ചാണെന്ന് ഓർത്തിട്ടല്ല, ഇനി ഒരിക്കലും ഞാൻ തനിച്ചാകില്ല എന്നുറപ്പുള്ളത് കൊണ്ടല്ലോ.